അപ്പോൾ നമ്മൾ ഡൊമിനാർ ഫുള്ളി ലോഡ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡൊമിനാറിൻ്റെ പണികൾ ഏകദേശം ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണികൾ ഇനിയും ബാക്കിയുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ രാവിലെയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റൈഡ് പോകുന്നതിൻ്റെ തൊട്ട് തലേദിവസമാണ്. അപ്പോൾ വണ്ടി ഫുള്ളി ലോഡഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ബോക്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ബോക്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ JB റേസിങ്ങിൻ്റെ 45 ലിറ്റർ ABS ടോപ്പ് ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ടോപ്പ് ബോക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ നമ്മൾ ഫണ്ടിന് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ABS ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റൈഡിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ടോപ്പ് ബോക്സിൽ തന്നെ ഇവിടെ ചെറിയൊരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ 2 സാഡിൽ ബാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഡിൽ ബാഗ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാർബോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി 2 ബാഗിൽ ലഗേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സാഡിൽ ബാഗ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടൊരു ട്രാവൽ ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് റൈഡിൻ്റെ സമയത്തായാലും നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് സേഫ് അല്ല എന്ന് തോന്നുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ സാഡിൽ ബാഗ് 2 കൂടി കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു നോർമൽ ഒരു ട്രാവൽ ബാഗായിട്ട് യൂസ് ചെയ്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ബാഗിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു ജെൽ സീറ്റ് വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒട്ടിക്കാൻ പാകത്തിനൊരു ജെൽ സീറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജെൽ സീറ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സാധനമാണ്. എന്നാലും ഷോർട്ട് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്ലേ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിൽ ബാക്കിൽ ഡാഷ് ക്യാമറ വരുന്നൊരു സെറ്റപ്പാണ്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഫോഗ് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് ആഡ് ചെയ്തിരിക്കുന്ന മെഴ്സഡീസാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷേ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണം നമ്മൾ മിനി ഡ്രൈവ് ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മിനി ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ക്രാഷ് ഗാർഡാണ്. ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മോട്ടോർ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 2 ജെറി ക്യാൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ജെറി ക്യാൻ നമ്മൾ റെഡ് ജെറി ക്യാൻ അല്ല, ബ്ലാക്ക് ആണ് ശരിക്കും ആദ്യം വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് റെഡ് മാത്രമാണ് കിട്ടിയുള്ളൂ. പക്ഷേ റെഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഐക്യാഴ്ചയായിട്ട് തോന്നി. പക്ഷേ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ റെഡിൻ്റെ കളർ പെട്ടെന്ന് ഡള്ളാവാനുള്ള ചാൻസ് ഉണ്ടാവും. ബ്ലാക്ക് ആണെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഗ്രീനിൻ്റെ കൂടെ റെഡ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ടൂറിങ് എഡിഷനിൽ വരുന്ന നമ്മുടെ നെക്കിൾ ഗാർഡ് നമ്മൾ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എക്സ്ട്രാ 2 കേബിൾസ് കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ വണ്ടിയിലോട്ട് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് 1-2 സാധനങ്ങളും കൂടി നമുക്ക് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. അത് നമുക്കിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനം എത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ടാങ്ക് ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ടാങ്ക് ബാഗിന് പകരമായിട്ട് നമ്മൾ വേറൊരു ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലഗേജ് വരും. അപ്പോൾ ഏകദേശം നമ്മുടെ ഫുള്ളി ലഗേജിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റൈഡിൻ്റെ വീഡിയോയിൽ മനസ്സിലാവും. ടോപ്പ് ബോക്സിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ബാഗ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഇൻസ്റ്റയിൽ എന്തായാലും ഫോളോ ചെയ്തിട്ട് വയ്ക്കുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ